ഹായ് ഓൾ KPS വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ഫസ്റ്റായിട്ട് കാണുന്നതാണ്. ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് തന്നെ ചന്ദ്രികയോട് ഫിനാൻഷ്യർ പറയാണ്, സ്വത്തിൻ്റെ അവകാശികളായ എല്ലാവരെയും കൂട്ടി വരണം എന്നല്ലേ ഞാൻ പറഞ്ഞത്. ഡോക്യുമെൻറ്റ്സ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്, എല്ലാവരും അതിൽ സൈൻ ചെയ്യണം. നാളെ ഇപ്പോൾ എനിക്ക് പ്രശ്നം ഉണ്ടാവരുത്, അതുകൊണ്ടാണ് പറയുന്നത്. വിളിച്ച് പെട്ടെന്ന് ഇങ്ങോട്ടൊന്ന് വരാൻ പറ. അത് അവരാരും വരില്ല. വരില്ലേ? എന്തുകൊണ്ട്? അവരിവിടെ വന്ന് ഒപ്പിടണം. വന്നില്ലെങ്കിൽ 3 ദിവസത്തിനകം മുതലും പലിശയും അടച്ച് ആധാരം തിരികെ എടുത്തിരിക്കണം. ബാമ പറയാണ്, ഇവളുടെ കയ്യിൽ കാശുണ്ടായിട്ട് വേണ്ടേ തിരികെ എടുക്കാൻ. അയാൾ പറയാണ്, നിങ്ങളെ വിശ്വസിച്ച് ഇവർക്ക് കാശ് കൊടുത്ത് എന്നെ പറഞ്ഞാൽ മതിയല്ലോ. നിങ്ങൾ ആധാരം പണയപ്പെടുത്തി കാശ് വാങ്ങിയത് ഇതുവരെ വീട്ടിൽ പറഞ്ഞില്ല അല്ലേ? പറഞ്ഞിരുന്നു. ആദ്യം പറഞ്ഞില്ല, പക്ഷെ ഇപ്പം പറഞ്ഞോ. എന്നിട്ടെന്താ പിന്നെ അവർ സൈൻ ചെയ്യാൻ വേണ്ടി വരാത്തത്? ഭർത്താവ് അവരുടെ അമ്മയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് നാട്ടിൽ പോയിരിക്കുക. മക്കളാരും ഇപ്പോൾ സ്ഥലത്തില്ല, അവരൊക്കെ പുറത്താ ജോലി ചെയ്യുന്നത്. അല്ല, നിങ്ങളുടെ മകൻ്റെ വിവാഹം ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അവനില്ലേ നാട്ടിലെ? അവൻ അവൻ്റെ വൈഫിനെയും കൂട്ടി ഹണിമൂണിന് പോയിരിക്കുക. ഇതെന്താ ക്ഷേത്രത്തിൽ വെച്ച് കണ്ടപ്പോൾ പിന്നെ പറയാതിരുന്നേ? സാറ് ബിസിയായിരുന്നല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നേ. പേടിക്കണ്ട സാറേ, ആധാരം പണയപ്പെടുത്തിയതിൻ്റെ പേരിൽ ഇവിടെ ഭർത്താവോ മക്കളോ ഒരു പ്രശ്നവും ഉണ്ടാക്കില്ല. ബാമ പറയാണ്, മാസാമാസം പലിശ കൃത്യമായിട്ട് അടക്കും. അധികം വൈകാതെ തന്നെ മുതലും അടക്കും അല്ലേ ചന്ദ്രേ? അതെ 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 അതെ. ശരി, മാസത്തെ പലിശ അടക്ക്. ഇരിക്ക്. 35,000 രൂപയുണ്ട്. 35,000 രൂപയോ? പലിശ മാത്രം ഏകദേശം 1 ലക്ഷത്തിനടുത്ത് വരും. ഇതിപ്പോൾ പകുതി പോലും ഇല്ലല്ലോ. ആദ്യത്തെ മാസം തന്നെ ഇങ്ങനെ ആയാൽ ഇനി അങ്ങോട്ട് പോകുമ്പോൾ എന്തായിരിക്കും സ്ഥിതി? ഇതിപ്പോൾ മകൻ്റെ കല്യാണം, കയ്യിലുണ്ടായ മുഴുവൻ ചിലവായി. അതുകൊണ്ടാണ്. കഴിവുകളൊന്നും എനിക്ക് കേൾക്കണ്ട. 3 ദിവസം കൊണ്ട് തന്നെ പണം അടച്ച് ആധാരം തിരിച്ചെടുക്കണം. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞു കൊടുക്കുവാമേ. പലിശ തരാം. അയ്യോ, ഈ വളകൾ വെട്ടിയിട്ട് ഇപ്പം തന്നെ ബാക്കി പൈസ കൊണ്ടുവന്ന് നടക്കാം. എന്തിന് പുറത്ത് വെക്കണം? ഇവിടെ തന്നെ വെക്കാമല്ലോ. പുറത്തുനിന്ന് കിട്ടുന്ന റേറ്റ് തന്നെ ഞാനും തരാം. ഇങ്ങ് തന്നേക്ക്. അപ്പോൾ ചന്ദ്ര ഒന്ന് ബാലുവിനെ നോക്കി. അയാൾ വാങ്ങിച്ചിട്ട് പറയാണ്, ഒറിജിനലാണോ അല്ലെങ്കിൽ? ഒറിജിനൽ തന്നെ. എന്നാൽ പിന്നെ തൽക്കാലം ഇവിടെ ഇരിക്കട്ടെ. അടവ് കൃത്യമായിട്ട് അടക്കുമ്പോൾ തിരിച്ചു തരാം. ഞാൻ ആധാരം പെട്ടെന്ന് തന്നെ തിരികെ എടുത്തോളാം. അങ്ങനെ ചെയ്യ്. അല്ലെങ്കിൽ വീടും സ്ഥലവും എൻ്റെ പേരിൽ ആയിരിക്കും. ചെല്ല്. ശരി. രവതി വന്ന ഉടൻ തന്നെ അവളുടെ ഭാഗ്യക്കേട് കൊണ്ട് പണം കയ്യിൽ നിൽക്കില്ല എന്ന് പറഞ്ഞവളാ നീ. ഇതേ രണ്ടാമത്തെ മരുമകൾ വന്ന് കയറിയതേ ഉള്ളൂ. കയ്യിൽ കിടന്ന വളയും പോയി. ഒന്നും മിണ്ടാത്തേ. നീയെങ്കിലും രേവതിയെ കുറ്റപ്പെടുത്തുന്നത് നിർത്ത്. ഇങ്ങേരൊരു മനുഷ്യനല്ല വാമേ. എൻ്റെ വള പിടിച്ചു വാങ്ങിയത് കണ്ടില്ലേ? എൻ്റെ വീടും സ്ഥലവും ഒക്കെ വിഴുങ്ങോ? എനിക്ക് പേടിയാവുന്നു വാമേ. തിരിഞ്ഞു നിന്ന് പറയാണ്, നശിച്ചു പോകത്തേ ഉള്ളൂ ദുഷ്ടൻ. എന്താ ചന്ദ്രേ, ദിവസം എത്ര പേരാ ഇങ്ങനെ ശപിക്കുന്നേ? അയാൾക്കൊന്നും വരില്ല. നീ ശ്രുതിയോട് പറഞ്ഞ് എത്രയും വേഗം ആധാരം തിരിച്ചെടുക്കാനുള്ള വഴി നോക്ക്. വാമേ, അതുപോലുള്ള 2 മുക്കുവണ്ടത്തിൻ്റെ വള വാങ്ങണം. വള കയ്യിൽ കണ്ടില്ലേലേ രവിയേട്ടൻ ചോദിക്കും. ശ്രുതിയുടെ അച്ഛൻ്റെ കാശ് മലേഷ്യയിൽ നിന്ന് വരുമല്ലോ. അന്നേരം ഞാൻ ഈ 2 കൈകളിലും വളയിട്ടിട്ട് അയാളുടെ മുമ്പിൽ കയ്യും കെട്ടി നിൽക്കും. നീ കണ്ടോടാ സാറേ. ചന്ദ്ര നീ ഇങ്ങോട്ട് വന്നേ. പിന്നെ സച്ചി നേരെ വരുന്നത് സ്റ്റേഷനിലേക്കാണ്. അപ്പോൾ ശ്രീകാന്ത് കൂടെ തന്നെ വരുന്നുണ്ട്. ഏട്ടാ ഒന്നും പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് ഏട്ടാ. പരാതി കൊടുക്കാനാ വന്നേ. നീ വിട്ടേ. സാറേ, SI സാറ്, ഞാനിവിടെ ഉണ്ടടാ. നീ ആരോട് ചോദിച്ചിട്ടാ അകത്തേക്ക് കയറിയത്? ഇത് നിൻ്റെ അളിയൻ്റെ വീടാണോ? പോലീസുകാരൻ വന്നിട്ട് പറയാണ്, നീ ആ കാറിൽ കഞ്ചാവ് കടത്തിയ കേസിലെ പ്രതിയല്ലേ? നീ എന്താ വന്നേ? സച്ചി പറയാണ്, സാറേ, അന്നേ ഞാൻ പറഞ്ഞതാ ഞങ്ങൾ നിരപരാധിയാന്ന്. എൻ്റെ അറിവോടെയല്ല കഞ്ചാവ് കടത്തിയത്. കാറിൽ കഞ്ചാവ് വെച്ച് എന്നെ ചതിച്ച ഒരുത്തൻ, അവൻ്റെ പേരിൽ പരാതി തരാനാണ് ഞാൻ വന്നത്. എന്ത് കേസ്? ആ കേസൊക്കെ അന്നേ മാഞ്ഞതല്ലേ. കാറും തിരികെ തന്നതല്ലേ? കാറ് തിരികെ തന്നിരുന്നു. നമ്മളൊക്കെ ചേർന്ന് അതിന് പണിയാവുന്നതൊക്കെ പണിഞ്ഞിട്ടുണ്ടല്ലോ. മൊത്തം തകരാറാക്കിയല്ലേ കാറ് തിരികെ തന്നത്. ആ പോലീസുകാരൻ അവനെ അടിക്കാനായി ഒരുങ്ങി. എന്നിട്ട് പറയാണ്, ഞങ്ങളാണോ കഞ്ചാവ് എടുത്തിയത്? സാറ് വിട് സാറേ. അന്ന് ഇവിടുന്ന് കാറ് തള്ളിയാ കൊണ്ടുപോയത്. ഇവിടെയുള്ളവർ തന്നെയാണ് അത് ചെയ്തത്. അതിന് പകരം ചോദിക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല. നിർത്തടാ. എന്താ നിന്റെ പ്രശ്നം? ഞാൻ പറഞ്ഞല്ലോ സാറേ, പരാതി തരാനാണ് ഞാൻ വന്നത്. എൻ്റെ കാറിൽ കഞ്ചാവ് വെച്ചതിൻ്റെ പിറകിൽ ബ്ലേഡുകാരൻ ഗജാനന്ദനാ സാറേ. ഗജാനന്ദൻ അവൻ്റെ ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിച്ചതാ. 2 എണ്ണം കൊടുത്തപ്പോഴേ മുഴുവൻ സത്യം പറഞ്ഞു. ട്രിപ്പ് ബുക്ക് ചെയ്തതും പലഹാരാന്ന് പറഞ്ഞ് കാറിൽ കഞ്ചാവ് വെച്ചതും അവരാണ് സാറേ. ഗജാനന്ദനെതിരെ പരാതി തരാനാണ് ഞാൻ വന്നത്. അവനെ അറസ്റ്റ് ചെയ്യണോ സാറേ? എന്താടാ, നീ ഓർഡർ ഇടുകയാണോ?
നീ പറഞ്ഞ ഉടനെ ഞങ്ങൾ പോയി അറസ്റ്റ് ചെയ്യണോ? നിങ്ങൾ അറസ്റ്റ് ചെയ്യില്ല എന്ന് എനിക്കറിയാം സാറേ. എൻ്റെ കാറ് വർക്ക്ഷോപ്പിൽ കിടക്കാൻ കാരണം നിങ്ങളാ. അന്ന് എൻ്റെ കയ്യിൽ നിന്നും കിട്ടിയതിൻ്റെ പ്രതികാരം ചെയ്തതല്ലേ. ആകെ ഇപ്പോഴും മനസ്സ് കാണുമല്ലോ. അതുകൊണ്ട് നിങ്ങൾ എന്നെ സഹായിക്കില്ല. അറസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോടല്ല പറഞ്ഞത്, സാറിനോടാ. ഡാ സാറേ, നിങ്ങളോട് കളിക്കാൻ എനിക്ക് സമയമില്ല. ചുമ്മാതിരിക്കും സാറേ. സാറേ, എന്നെ ചതിച്ചത് അവനെ അറസ്റ്റ് ചെയ്യണം സാറേ. അതായ ശിക്ഷയും വാങ്ങിക്കൊടുക്കണം. ഗജാനന്ദനാണ് ഇതിൻ്റെ പിന്നിൽ എന്ന് എന്താ തെളിവ് ഉണ്ടോ? സാർ, വണ്ടിയിൽ കഞ്ചാവ് വെച്ചതിൻ്റെ അച്ചവൻ തന്നെയാണ് അവൻ്റെ പേര് പറഞ്ഞത്. നീ ചെന്നവനെ കൂട്ടിക്കൊണ്ടുവാ. അവനിപ്പം എവിടെയാണെന്ന് അറിയില്ല സാറേ. അവനെ കൂട്ടിക്കൊണ്ടുവന്നാലും അവൻ സത്യം പറയണമെന്നില്ല സാറേ. സാറിൻ്റെ മുമ്പിൽ അവൻ സത്യം പറയില്ല. അവൻ ഗജാനന്ദൻ്റെ ആളാ. ഗജാനന്ദനെ ഇടിച്ച് പരിവാക്കി ഇവിടേക്ക് എടുത്തുകൊണ്ട് വരാനായിരുന്നു എൻ്റെ പ്ലാൻ. അവൻ എൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടു കളഞ്ഞു. കേട്ടോ സാറേ, അവനെയൊക്കെ ഇടിച്ചിട്ടിട്ടാണ് ഇപ്പം വരുന്നത്. എടാ, നിനക്ക് വേറെ പണിയൊന്നുമില്ല. എടാ, നിനക്ക് ഇത് തന്നെയാണ് ജോലി. സാറേ, ആവശ്യമില്ലാതെ ഞാൻ ആരുടെ മേലും കൈവെക്കാറില്ല. അത് സാറിന് തന്നെ അറിയാലോ. ഗജാനന്ദൻ തനി റൗഡിയാ. കൊള്ളപ്പലിശയ്ക്ക് കാശ് കൊടുക്കുന്നവൻ, അവങ്ങളുടെ വയറ്റത്തടിക്കുന്നവൻ, അവങ്ങളുടെ കഞ്ഞിയിൽ കൈയിടുന്നവനെ ഞാൻ മുമ്പ് തല്ലിയിട്ടുണ്ട്, ഇനിയും തല്ലും. എന്നോടവന് മുൻവൈരാഗ്യമുണ്ട്. എന്നെ കൊടുക്കാനാ സാറേ അവന് കാറിൽ കഞ്ചാവ് വെച്ചത്. അറസ്റ്റ് ചെയ്യണം സാറേ. അപ്പോഴേക്കും മറ്റേ പോലീസുകാരൻ വീണ്ടും പറയാണ്, നീ എന്താടാ മേലധികാരിയോ? നീ അറസ്റ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ നമ്മൾ അറസ്റ്റ് ചെയ്യാൻ ഓർഡർ ഇടുവാണോ? അന്ന് ACPയുടെ ഭാര്യ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് നീ രക്ഷപ്പെട്ടത്. ഇപ്പം നിന്നെ വേണമെങ്കിൽ പിടിച്ചകത്തിടാം. നീ അടിച്ചവൻ പരാതി തന്നാൽ മാത്രം മതി. അവൻ്റെ അടുത്ത് നിന്ന് പരാതി എഴുതി വാങ്ങിക്കട്ടെ നിന്നെ പിടിച്ചകത്തിടാൻ. സാറേ, അവനെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവനെല്ലാം സത്യം പറയും സാറേ. പറയുമ്പോൾ ചോദ്യം ചെയ്യലല്ല ഞങ്ങളെ ഡ്യൂട്ടി. അവനെതിരെ വ്യക്തമായിട്ട് തെളിവുമായിട്ട് വാ, അപ്പം നോക്കാം. സാറേ, അന്ന് എന്നെ അറസ്റ്റ് ചെയ്തത് വ്യക്തമായ തെളിവ് കിട്ടിയിട്ടാണോ? അവനെ അറസ്റ്റ് ചെയ്യണം സാറേ. എനിക്ക് നീതി കിട്ടണം സാർ. മറ്റേ പോലീസുകാരൻ പറയാണ്, ഓ പിന്നെ നീതി ഞങ്ങളെ പോക്കറ്റ് കിടക്കുകയല്ലേ, നീ ചോദിക്കുമ്പോൾ എടുത്തു തരാൻ. അത് നിങ്ങളുടെ അടുത്തുനിന്ന് കിട്ടില്ല എന്ന് എനിക്കറിയാം. എടാ, ഇതുപോലെ അന്ന് നീ സംസാരിച്ചതിനാ അന്ന് നീ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയത്. അന്ന് എൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയത് നീ മറന്നു എന്ന് തോന്നുന്നു. അതാ നീ വീണ്ടും നാക്കിട്ടടിക്കുന്നത്. അടി കേടാവാതെ പോകാൻ നോക്കടാ. പോകാൻ വേണ്ടിയിട്ട് ഇത് തൻ്റെ അമ്മാവൻ്റെ വീടൊന്നുമല്ലല്ലോ. അപ്പോൾ പോലീസുകാരൻ ദേഷ്യം പിടിച്ച് പരസ്പരം അടിയായി. അപ്പോൾ അടി ചെയ്യുന്ന സമയത്ത് മറ്റേ പോലീസ് പറയാണ്, നിർത്തടാ. സച്ചി എന്നിട്ട് പറയാണ്, സാറേ, ഇത് പോലീസ് സ്റ്റേഷനാ. ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നത്. പോലീസുകാരനെ നോക്കിയിട്ട് പറയാണ്, പരാതി തരാൻ വന്നവനെ ആട്ടിപ്പായിക്കുക. പരാതിയുണ്ട് സാറേ, അത് പരിഹരിക്കണം. ഗജാനന്ദനെ അറസ്റ്റ് ചെയ്തേ പറ്റൂ. അതിന് നീ തെളിവ് കൊണ്ടാ ഞാൻ നോക്കാമെന്ന് പറഞ്ഞല്ലോ. സച്ചി പറയാണ്, തെളിവ് കണ്ടെത്തേണ്ടത് എൻ്റെ ജോലിയല്ല, നിങ്ങളെ ജോലിയാ. കൂടുതൽ ന്യായം പറയാതെ ഇവിടുന്ന് പോകുന്നതാണ് നിനക്ക് നല്ലത്. ഇനി ഇവിടുന്ന് ന്യായം പറഞ്ഞാൽ ഞാൻ നിന്നെ പിടിച്ചകത്തിടും. എന്നാൽ അതൊന്ന് കാണല്ലോ സാറേ. എടാ സച്ചേട്ടാ, കൂടുതൽ പ്രശ്നം ഉണ്ടാക്കാതെ ഇവിടുന്ന് പോകുന്നതാണ് നിനക്ക് നല്ലത്. സച്ചേട്ടാ വാ. പുറത്ത് വന്നപ്പോൾ ശ്രീകാന്ത് പറയാണ്, ഏട്ടനോട് പറഞ്ഞതല്ലേ പ്രശ്നമൊന്നും ഉണ്ടാക്കരുതെന്ന്. ഞാനാണോ പ്രശ്നം ഉണ്ടാക്കുന്നത്? അവരല്ലേ. വാക്കാൽ പറഞ്ഞതല്ലേ ഉള്ളൂ. നമുക്കൊരു പരാതി എഴുതി കൊടുത്തിട്ട് പോകാം. അവർ ചുരുട്ടി കൂട്ടി വേസ്റ്റ് ബാസ്ക്കറ്റിലിടും. അന്ന് ഞാൻ തല്ലിയതിൻ്റെ പക SIയുടെ മനസ്സിലുണ്ട്. തെളിവുകൾ ഹാജരാക്കി പരാതി കൊടുക്കണം. അപ്പോൾ അവനെ അവർക്ക് അറസ്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. തെളിവിന് എവിടെ പോകും? കാറിൽ കഞ്ചാവ് വെച്ചതിൻ്റെ പിന്നിൽ ഗജാനന്ദനായിരുന്നുവെന്ന് എനിക്ക് മുമ്പേ അറിയായിരുന്നു ഏട്ടാ. എന്താ നീ പറഞ്ഞേ? മുമ്പേ അറിഞ്ഞിട്ട് നീ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല? നീ എന്തേ എന്നിട്ട് ഇതിനു മുമ്പേ എന്നോട് പറയാതിരുന്നത്? ചതിച്ചത് ആരാണെന്നറിയാൻ ഞാൻ എത്ര അലഞ്ഞു എന്നറിയോ? കാറിൽ കഞ്ചാവ് വെച്ചതിൻ്റെ പിന്നിൽ അവനാണെന്ന് ശ്രീക്ക് എങ്ങനെ അറിയാം? കാറിൽ കഞ്ചാവിൻ്റെ ബോക്സ് കയറ്റുന്നവരുടെ CCTV ദൃശ്യം അടുത്തുള്ള ഒരു ഷോപ്പിൽ CCTVയിൽ പതിഞ്ഞായിരുന്നു. ആരാണ് കാറിൽ ആ ബോക്സ് വെച്ചത്, എവിടെയെന്നാണ് വെച്ചത് എന്നൊക്കെ അറിയാൻ വേണ്ടി അന്വേഷിക്കാൻ വേണ്ടി ഇറങ്ങിയതായിരുന്നു. ചേട്ടൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് അടുത്ത സൂപ്പർ മാർക്കറ്റിൽ CCTV ഉണ്ടെന്ന് അറിഞ്ഞത്. അവിടെ ചെന്ന് ഫുട്ടേജ് ആവശ്യപ്പെട്ടു. അവരാ ദൃശ്യം നേരിൽ കാണിച്ചു തന്നു. ഗജാനന്ദൻ്റെ ആൾക്കാർ കാറിൽ ബോക്സ് വെക്കുന്നതിൻ്റെ ദൃശ്യം അതിലുണ്ടായിരുന്നു ഏട്ടാ. എന്നോടുള്ള വൈരാഗ്യത്തിന് ഗജാനന്ദൻ ചെയ്യിച്ചതാണെന്ന് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. നീ അത് അപ്പോഴേ പറയേണ്ടതല്ലേ ശ്രീകാന്തേ. വാ, നമുക്കവിടെ ചെന്ന് ഫുട്ടേജ് വാങ്ങിച്ചിട്ട് പോലീസിന് കൈമാറാം. ഗജാനന്ദനെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു തെളിവായിട്ട് അത് മതി. വാ ശ്രീകാന്തേ, വാ, നമുക്കത് പോയിട്ട് വാങ്ങിക്കാം. പിന്നെ കാണിക്കുന്നത് ശ്രുതിയെയാണ്. ശ്രുതി ഒരിടത്ത് ഇരുന്നിട്ടാണുള്ളത്. അവിടെ വന്ന് ശ്രുതി മുത്തം കൊടുക്കുകയാണ്. അപ്പോൾ അവൾ പറയാണ്, എന്തായി കാണിക്കുന്നേ? ഞാൻ പേടിച്ചു പോയി. ഇങ്ങനെ പേടിച്ചാലേ ഇനി നിനക്ക് പേടിക്കാനേ സമയം കാണും. ഞാൻ ഏത് സമയവും നിൻ്റെ അടുത്ത് വരും. എന്താ ചെയ്യുന്നേ? ഒരു കാര്യം സെർച്ച് ചെയ്യാ ശ്രുതിക്ക് വേണ്ടി. എനിക്ക് ഗിഫ്റ്റ് തരാനാ?
എന്താ സമ്മാനം തരുന്നത്? വാച്ച് അതോ പുതിയ മോഡൽ മൊബൈൽ ഫോണോ? അതൊക്കെ പിന്നീട് വാങ്ങിത്തരാം. ഇപ്പം ഞാൻ ശ്രുതിക്ക് തരുന്ന ഗിഫ്റ്റ് ഒരു ജോലിയാ. ജോലിയോ? എനിക്കോ? എന്തിനെന്നോ? ശ്രുതിക്ക് എന്താ ജോലി വേണ്ടേ? നാൾ കഴിയട്ടെ എന്ന് ഞാൻ പറഞ്ഞതല്ലേ. ശ്രുതിക്കിപ്പം ജോലി ഉണ്ടെന്നാണ് അങ്കിള് കരുതിയിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ അത് അങ്കിളിന് വലിയ വിഷമാവും. അതിന് ഞാൻ ജോലിക്ക് പോവില്ല എന്ന് പറഞ്ഞില്ലല്ലോ. കുറച്ച് കഴിയട്ടെ എന്നല്ലേ പറഞ്ഞുള്ളൂ. ശ്രുതി, ആൻറ്റി നമ്മളെ കണ്ട കാശ് കടം വാങ്ങിയേ. അതിൻ്റെ പലിശയെങ്കിലും അടക്കണ്ടേ? ഇപ്പോൾ ആൻറ്റിയുടെ കയ്യിൽ കിടന്ന വള പോലും നഷ്ടമായി. എത്ര നാളാ ശ്രുതി ഇങ്ങനെ? ശ്രുതി, ഞാൻ ജോലി അന്വേഷിക്കുന്നുണ്ട്. എൻ്റെ ലെവലിന് പറ്റിയൊരു ജോലി കിട്ടണ്ടേ? നമുക്ക് ശ്രുതി, ഒരു കാർ ഷോറൂമിൽ ഒരു സെയിൽസ്മാൻ്റെ ഒഴിവുണ്ട്. കാർ ഷോറൂമിലോ? ഞാൻ എത്ര ബിരുദം നേടിയിട്ടുണ്ടെന്ന് ശ്രുതിക്ക് അറിയാലോ. കാർ ഷോറൂമിലെ ജോലി അതൊന്നും എനിക്ക് സെറ്റാവില്ല ശ്രുതി. നല്ല ജോബാ ശ്രുതി, നല്ല സാലറി ഉണ്ട്. ശ്രുതി, കാറ് സെയിൽ ചെയ്യുന്നതിനനുസരിച്ചുള്ള വരുമാനം കിട്ടും. ശ്രുതി, AC ഷോറൂമാ. 9 to 5 ആണ് വർക്കിംഗ് ടൈം. നേരത്തെ തന്നെ വീട്ടിലെത്താം. അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ എൻ്റെ നോളജും ഡിഗ്രിയും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ജോബ് കുറച്ചാണെങ്കിലും ശ്രുതിക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു ജോലി കിട്ടിയാൽ ഇത് വിട്ടേക്ക്. അവൻ്റെ മുഖം 2 കൈ കൊണ്ട് പിടിച്ചിട്ട് അവൾ പറയാണ്, എനിക്ക് വേണ്ടി ശ്രുതി. എൻ്റെ 2 കൈ കൊണ്ടും അവളുടെ 2 കൈയും പിടിച്ച് താത്തിയിട്ട് പറയാം, ശരി, ഓക്കെ, ഞാൻ പോകാം. നാളെ ഇൻ്റർവ്യൂ. രാവിലെ 10 മണിക്ക് ചെല്ലണം. ഞാനും നാളെ മുതൽ പാർലറിൽ പോവും. ഞാനും ഒരു ഇൻ്റർവ്യൂ നടത്തും. ആ കമ്പനി എനിക്കും സെറ്റാവുമെന്ന് അറിയണമല്ലോ. ശ്രുതി, എനിക്കൊരു ടീ വേണമായിരുന്നു. എടുത്തിട്ട് വരുമോ? എന്ത് വേണമെങ്കിലും എടുത്തിട്ട് വരാം. ശ്രുതി ഒന്ന് ഇൻ്റർവ്യൂവിന് പോയാൽ മതി. ശ്രുതി താഴെ ഇറങ്ങി വന്നിട്ട് പറയാണ്, രേവതി, ഒരു ടീ വേണമായിരുന്നു. ശ്രുതിക്ക. ഭക്ഷണം ഉണ്ടാക്കണം, പാത്രം കഴുകണം, പച്ചക്കറി അരിയണം, 100 കൂട്ടം ജോലിയുണ്ട്. ടീ ശ്രുതി ഉണ്ടാക്കി കൊടുക്ക്. ഞാനോ? ചായ ഉണ്ടാക്കിക്കൂടെ? അടുക്കളയിൽ ചായപ്പൊടി, പഞ്ചസാര, പാല് എല്ലാം ഉണ്ട്. ഉണ്ടാക്ക്. അല്ല, ഞാൻ എന്ന് പറയുമ്പോഴേക്കും രേവതി അവിടെ നിന്ന് പോയി. എന്താ മോളെ? അപ്പോഴേക്കും ചന്ദ്ര വന്നു. അത് ശ്രുതിക്കൊരു ടീ വേണമായിരുന്നു. അവളുണ്ടാക്കി കൊടുക്കാനാണ് രേവതി പറയുന്നത്. അവൾ തന്നെ ടീ ഉണ്ടാക്കി കൊടുക്കും. മോള് മുറിയിലേക്ക് ചെല്ല്. പച്ചക്കറിയൊക്കെ അരിയാനായിട്ട് എടുത്തിട്ട് വരികയായിരുന്നു. അങ്ങനെ ചന്ദ്ര പറയാണ്, എന്ത് കണ്ടിട്ടാടി നീ അഹങ്കാരം കാണിക്കുന്നേ? അപ്പോൾ ചായയല്ലേ ശ്രുതി നിന്നോട് ചോദിച്ചത്? ഇത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ലേ നിനക്ക്? ചായ ഉണ്ടാക്കി കൊടുത്താൽ നിനക്ക് കുറച്ചിൽ വരുമോ? എനിക്കിവിടെ വേറെയും ജോലിയുണ്ടമ്മേ. പിന്നെ വീട് മുഴുവൻ നോക്കി നടത്തുന്ന ജോലി നിൻ്റെ തലയിലാണല്ലോ. ഭക്ഷണം ഉണ്ടാക്കണം, പാത്രം കഴുകണം, പച്ചക്കറി അരിയണം, ഇതൊക്കെ അമ്മ ചെയ്യുമോ? ചായ ഉണ്ടാക്കാൻ എത്ര സമയം വേണം? സമയം ഇതൊക്കെ മാറ്റിവെച്ചിട്ട് ചായ ഉണ്ടാക്കി കൊടുത്തൂടെ? അവളോട് ചായ ഉണ്ടാക്കി കൊടുക്കാൻ ആജ്ഞാപിക്കാൻ നീ ആരാ? ഞാൻ ആജ്ഞാപിച്ചിട്ടൊന്നുമില്ല. സാധാരണ രീതിയിലാണ് പറഞ്ഞതമ്മേ. എനിക്കെന്താ ചായ ഉണ്ടാക്കി കൊടുക്കാൻ അറിയില്ലേ? അതൊക്കെ നീ എന്തിനാ ആലോചിക്കുന്നേ? ടീ വേണമെന്ന് പറഞ്ഞാൽ ഉണ്ടാക്കി കൊടുക്കണം. അതാ നിന്റെ ജോലി. മൂത്ത മകന് വേണ്ടി ഞാൻ ഒന്നും ചെയ്യില്ല എന്ന് അമ്മയ്ക്കറിയാലോ. പിന്നെന്തിനാ സംസാരിക്കുന്നേ? ഓ, അങ്ങനെ ഒരു ശബ്ദം എടുത്തിരിക്കുക. അവനാണ് ഇവിടുത്തെ മൂത്ത മോൻ. അവനാണ് ഇവിടുത്തെ ഓമനപുത്രൻ. അവന് വേണ്ടത് നീ ചെയ്തു കൊടുത്തിരിക്കണം. അമ്മയുടെ ആ ഓമനപുത്രനെ വേണ്ടി ഒന്നും ചെയ്യരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. നിന്റെ കെട്ടിയവൻ പറഞ്ഞാൽ നീ എല്ലാം അതേപടി അങ്ങ് അനുസരിക്കുമോ? അനുസരിക്കും. ഓ, നിന്റെ കെട്ടിയവൻ ഇപ്പം നിന്നെ തലയിൽ വെച്ചുകൊണ്ട് നടക്കുകയല്ലേ. അതിൻ്റെ തലക്കാനൊന്നും വേണ്ട നിനക്ക്. നീ കൂടുതൽ അഹങ്കരിക്കണ്ട. അവനെപ്പോൾ വേണമെങ്കിലും നിന്നെ താഴെ ഇടും. ഓ ശരി. നീ എന്താ എന്നെ കളിയാക്കുക? ശരിയെന്ന് പറഞ്ഞാൽ കളിയാക്കലാണോ? അതിൽ നിന്ന് ആവശ്യരി കൂടുന്നുണ്ട്. വേണ്ട മോളെ, വേണ്ട. മുമ്പേയുള്ള നാവ് തന്നെയാ അമ്മേ. ഇതിന് നീളം കൂടിയിട്ടൊന്നുമില്ല. ഉത്തരം പറയുന്നോടി നീ? ശ്രുതിക്ക് മാത്രമല്ല, ശ്രുതിക്കും ഇട്ട് കൊടുക്കണം. നീ പെട്ടെന്ന് ഇട്ട് കൊടുക്ക്. ശ്രുതിക്ക് വേണമെങ്കിൽ ഞാൻ ടീ ഇട്ട് കൊടുക്കാം. അവളോട് വന്ന് ഈ പച്ചക്കറിയൊക്കെ എരിയാൻ പറയാമേ. എന്താ നീ പറഞ്ഞേ? ശ്രുതി വന്ന് പച്ചക്കറി എരിയാനാ? ആ അതെ. ശ്രുതി ഈ വീട്ടിലെ മൂത്ത മരുമകളല്ലേ. അവൾക്ക് വേണമെങ്കിൽ ഇതൊക്കെ ചെയ്യാം, ഒരു കുഴപ്പമില്ല. എന്താ നിന്നെപ്പോലെ ഒന്നുമില്ലാത്ത വീട്ടിൽ നിന്നാ വന്നേ? കോടികളുടെ ആസ്തിയുള്ള കുടുംബത്തിൽ നിന്നാ അവൾ വന്നേ. പണക്കാരി പെണ്ണ്. അറിയോ നിനക്ക്? അവളുടെ വീട്ടിൽ 10ഓളം വേലക്കാരുണ്ട്. അതിലൊരാളോട് ഇങ്ങോട്ട് വരാൻ പറയാമേ. ടീ ഉണ്ടാക്കി കൊടുക്കട്ടെ. ഇങ്ങനെയൊക്കെ പറയാൻ സച്ചിയാണോ നിന്നെ പഠിപ്പിച്ചത്? ഒക്കെ അധികം നാൾ നീ ഇങ്ങനെ പറയില്ല. ഒക്കെ നിൽക്കും, നീ കണ്ടോ. ടീ ഉണ്ടാക്കി കൊടുക്കണ്ട. ഇവിടെ എല്ലാത്തിനും നീ വേണമെന്നില്ല. അങ്ങനെ ഒരു ധാരണയുണ്ടെങ്കിൽ നീ അവിടെ വെച്ചേക്ക്. എൻ്റെ മോനും മരുമകൾക്കും ചായ ഉണ്ടാക്കി കൊടുക്കാനേ എനിക്കറിയാം. ചന്ദ്ര അതും പറഞ്ഞ് ചായ ഉണ്ടാക്കാൻ വേണ്ടി പോയി. അങ്ങനെയാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. അടുത്ത വീഡിയോയുമായിട്ടുടൻ വരുന്നതാണ്. അതുവരേക്കും
ബൈ ബൈ.